നമസ്കാരം. കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡിലുള്ളായ ഡിസ്കഷൻസിനെ തുടർന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസും ഒരുപാട് സജഷൻസും ഒക്കെ നമുക്ക് വന്നു. പല വ്യക്തികളും നമ്മളോട്, പ്രത്യേകിച്ച് മാതാപിതാക്കളും അധ്യാപകരും നമ്മളോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു വെല്ലുവിളിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പാരൻറ്റിങ്ങിനെ കുറിച്ച് കുറച്ച് കൂടുതൽ അവയർനെസ് കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഇന്നത്തെ നമ്മുടെ സെഷനിൽ ഡോക്ടർ അരുൺ ബി നായർ നമ്മളോടൊപ്പം ചേരുന്നത് പാരൻറ്റിങ്ങിൻ്റെ വിവിധ കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കി തരുന്നതിന് വേണ്ടിയിട്ടാണ്. ഒരിക്കൽ കൂടെ സ്നേഹത്തോടെ സാറിനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം സാർ, ഈ പാരൻറ്റിങ്ങിനെ കുറിച്ച് പല വ്യക്തികളും നമ്മളോട് സംസാരിക്കുമ്പോൾ അവരാദ്യം ചോദിക്കുന്നൊരു ചോദ്യം ഇതാണ്: ഈ പാരൻറ്റിങ് എപ്പം മുതലാണ് തുടങ്ങേണ്ടത്? ഒരു കുഞ്ഞുണ്ടായതിന് ശേഷമാണോ പാരൻറ്റിങ് ആരംഭിക്കുന്നത്? ഒരു കുഞ്ഞ് ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ പാരൻറ്റിങ്ങിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ? അതോ അതിനു മുൻപാണോ? ഒരു കുഞ്ഞ് വേണമെന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി തയ്യാറെടുക്കുമ്പോൾ മുതൽ പാരൻറ്റിങ്ങിൻ്റെ ആസ്പെക്റ്റുകളുണ്ടോ? അപ്പോൾ ഇവിടെ സാർ എന്താണ് സജസ്റ്റ് ചെയ്യുന്നത്? എവിടെ മുതലാണ് ശരിക്കും ഒരു പാരൻറ്റിങ് എന്ന് പറയുന്ന ആ ഒരു, കാരണം മറ്റെല്ലായിടത്തും ഒരു ട്രെയിനിങ് ഒക്കെ ഫോർമലായിട്ട് കഴിഞ്ഞിട്ടേ നമ്മളൊരു ആക്ടിവിറ്റിയിലേക്ക് വരുന്നുള്ളൂ. പാരൻറ്റിങ്ങിന് മാത്രം അങ്ങനൊരു ഫോർമൽ ട്രെയിനിങ് ഒന്നുള്ളതായിട്ട് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇത് എവിടെ മുതൽ ആരംഭിക്കണം എന്നുള്ളതൊന്ന് അവിടെ നിന്ന് തുടങ്ങാൻ സാധിക്കുമോ സാറിന്? ലോകത്തിലെ ഏറ്റവും ശ്രമകരമായ ഒരു ജോലിയാണ് പാരൻറ്റിങ് എന്ന് പറയാം. കാരണം നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഏറ്റവും നിസ്സഹായനായ ശിശുവാണ് മനുഷ്യ ശിശു. ഇപ്പം പട്ടിയുടെയും പശുവിൻ്റെയൊക്കെ ശിശു ജനിച്ച് വീണ് അധികം വൈകാതെ എഴുന്നേറ്റ് നിൽക്കുന്നു, സ്വന്തം കാര്യം നോക്കുന്നു. ഒരു മനുഷ്യ ശിശു സ്വന്തമായിട്ടൊന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ഒരു വർഷം എടുക്കും. സംസാരിച്ചും ആശയവിനിമയം നടത്തിയും തുടങ്ങണമെങ്കിൽ പിന്നെയും വൈകും. സ്വന്തമായിട്ട് 100% ഒരു സ്വാശ്രയത്വത്തിലേക്ക് ആ കുട്ടി എത്തണമെന്നുണ്ടെങ്കിൽ 2 പതിറ്റാണ്ടൊക്കെ സമയമെടുക്കും. അത് കഴിഞ്ഞിട്ടാണ് അവൻ സ്വന്തം കാലിൽ പൂർണ്ണമായ അർത്ഥത്തിൽ നിൽക്കുന്നത്. എന്നാൽ ഈ പറയുന്ന മനുഷ്യ ശിശു തന്നെയാണ് വളർന്ന് വലുതായ ശേഷം മറ്റു പല ഗ്രഹങ്ങളിലേക്കും ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുന്ന രീതിയിലേക്ക് തൻ്റെ ബുദ്ധി കൊണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ് പാരൻറ്റിങ്. ഏറ്റവും നിസ്സഹായനായ മനുഷ്യ ശിശുവിനെ ലോകത്തെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു വളരെ കഴിവുറ്റ ഒരു വ്യക്തിയായി, ഒരു ജീവജാലമാക്കി മാറ്റുന്ന ഒരു അത്ഭുതകരമായൊരു പ്രക്രിയയാണ് പാരൻറ്റിങ് എന്ന് പറയുന്നത്. ഈ പാരൻറ്റിങ് ഏത് പ്രായത്തിൽ തുടങ്ങണമെന്ന് ചോദിച്ചാൽ, കുട്ടി ഉണ്ടാകണം എന്ന ആഗ്രഹം എപ്പോൾ തുടങ്ങുന്നു അന്ന് തൊട്ട് പാരൻറ്റിങ് തുടങ്ങുകയാണെന്ന് പറയാം. കുട്ടി ഉദരത്തിൽ വരുന്നതിന് മുൻപ് തൊട്ടേ, അതിന് മുൻപ് തന്നെ. ഇപ്പം നിങ്ങൾക്കൊരു അടുത്ത തലമുറ വേണമെന്നാണ് ആഗ്രഹമെങ്കിൽ, അങ്ങനെ ആഗ്രഹമില്ലാത്ത ആളുകളൊക്കെ സമൂഹത്തിൽ ധാരാളമുണ്ട്. അങ്ങനെ ഒരു ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ അന്ന് തൊട്ട് ഈ പാരൻറ്റിങ് എന്ന് പറഞ്ഞ സംഗതിയെക്കുറിച്ച് നിങ്ങൾ സംസാരിച്ച് തുടങ്ങണം, ചിന്തിച്ച് തുടങ്ങണം, അതിനുവേണ്ടി തയ്യാറെടുത്ത് തുടങ്ങണം എന്നുള്ളതാണ്. ഇപ്പോൾ പൊതുവേ പറയാറുണ്ട്, ഈ വാർദ്ധക്യത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് 60 വയസ്സ് കഴിഞ്ഞല്ല, 20 വയസ്സിൽ തുടങ്ങണം, എങ്കിലേ അപ്പോഴേക്കും നമ്മളെ ആരോഗ്യം നല്ല രീതിയിൽ നിൽക്കുമെന്ന് പറയുന്ന പോലെ പാരൻറ്റിങ് നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ അതിനെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങണം, നിങ്ങൾക്കൊരു കുട്ടി വേണമെന്നുണ്ടെങ്കിൽ. അതിലേറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഘട്ടമെന്ന് പറയുന്നത് ആ വിവാഹത്തിന് ശേഷം. അപ്പോൾ നമുക്ക് അറിയാം, പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഗതിയൊക്കെ പലയിടത്തും നടക്കുന്നുണ്ട്. പക്ഷേ അതിലൊന്നും കൃത്യമായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ളൊരു അവബോധം കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ പലരും പറയുന്നുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പലപ്പോഴും സർക്കാർ തലത്തിൽ തന്നെ ഈ പ്രീ മാരിറ്റൽ ട്രെയിനിങ് നടക്കുന്നു. ആ പ്രീ മാരിറ്റൽ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രധാന ഘടകം പാരൻറ്റിംഗ് ആണ്. നാളെ ഉണ്ടാകാൻ പോകുന്ന കുട്ടിയെ നിങ്ങൾ എങ്ങനെ വേണം വളർത്തേണ്ടത് എന്നുള്ളത്. ഇവിടെ നിർഭാഗ്യവശാൽ അങ്ങനത്തെ സംവിധാനങ്ങളില്ലെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ട് അതിനെക്കുറിച്ച് ഗൗരവമായിട്ട് ആലോചിക്കണം. കാരണം ഒരു കുട്ടിയുടെ വളർച്ച എന്ന് പറയുന്നത് അത് ഭ്രൂണാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ മാനസികാവസ്ഥ, അല്ലെങ്കിൽ അമ്മ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ, അനുഭവങ്ങൾ, അമ്മയുടെ ശാരീരിക അവസ്ഥ, ശാരീരിക രോഗങ്ങൾ, അമ്മയ്ക്ക് വരുന്ന അണുബാധ, പ്രമേഹം, രക്തസമ്മർദ്ദം, അമ്മയുടെ മാനസികാവസ്ഥ, അമ്മയുടെ പോഷകാഹാരക്കുറവ്, ഇതൊക്കെ കുട്ടിയെ ബാധിക്കാം. ഇതെല്ലാം കുട്ടിയുടെ തലച്ചോറിനെ ബാധിക്കുന്ന വിഷയങ്ങളാണ്. നമുക്കറിയാം, മനസ്സ് എന്ന് പറയുന്നത് തലച്ചോറിൻ്റെ പ്രവർത്തനങ്ങളുടെ ആകത്തുകയാണ്. അപ്പോൾ അമ്മയ്ക്കുണ്ടാകുന്ന ഏത് രോഗാവസ്ഥയും, ഏത് പോഷകാഹാരക്കുറവും, ഏത് മാനസിക സമ്മർദ്ദവും, ഇതെല്ലാം ഉദരത്തിലുള്ള കുഞ്ഞിൻ്റെ തലച്ചോറിൻ്റെ വളർച്ചയെ ബാധിക്കും. അതുകൊണ്ട് ആ കാലഘട്ടം തൊട്ട് തന്നെ നമ്മൾ കുട്ടിയുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ദമ്പതികൾ തമ്മിലുള്ള ആശയവിനിമയം, വീട്ടിലെ അന്തരീക്ഷത്തിലെ ഒരു ശാന്തത, നല്ല രീതിയിൽ ഉറങ്ങാൻ കഴിയുന്ന ഒരു ജീവിത സാഹചര്യം, മാനസിക സമ്മർദ്ദം ലഘൂകരിക്കാൻ വേണ്ട പരിശീലനങ്ങൾ, ഇതെല്ലാം ഗർഭാവസ്ഥയിലായിരിക്കുമ്പോൾ തന്നെ തുടങ്ങേണ്ട കാര്യങ്ങളാണ്.
ഇനി കുഞ്ഞ് ജനിച്ച് വീണ് കഴിഞ്ഞ് ശരിക്കും പറയാറുണ്ട്, കുഞ്ഞിൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 1000 ദിവസമാണ് കുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം. കുട്ടിയുടെ വളർച്ചയ്ക്ക്, ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ അടിത്തറയാകുന്നത് ഫസ്റ്റ് 1000 ഡേയ്സ് എന്ന് പറയും. ജനിച്ചു വീണതിന് ശേഷമുള്ള ജനിച്ച് വീണ ശേഷമുള്ള ആദ്യത്തെ ഒരു 1000 ദിവസം, അത് ഏകദേശം ആദ്യത്തെ 3 വയസ്സ് വരെ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളും ചോദിക്കാറുണ്ട്, ഈ സമയത്ത് കുട്ടികൾക്ക് വല്ലതും ഓർമ്മ കാണുമോ, ആ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുമോ? അപ്പോൾ നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് ദൃശ്യസ്മൃതി അല്ലെങ്കിൽ വിഷ്വൽ മെമ്മറി, നമ്മുടെ ജീവിതാനുഭവങ്ങളെ ദൃശ്യങ്ങളുടെ രൂപത്തിൽ ശേഖരിച്ചു വയ്ക്കാനുള്ള കഴിവ്, ഇതൊരു 3 വയസ്സ് കഴിഞ്ഞാണ് തുടങ്ങുന്നത്. പക്ഷേ എന്ന് വിചാരിച്ച് 3 വയസ്സിന് മുമ്പ് നമുക്ക് ഓർമ്മകളില്ലെന്നല്ല അർത്ഥം. 3 വയസ്സിന് മുൻപ് ഓർമ്മയുണ്ട്. ആ ഓർമ്മയുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് സ്പർശനമാണ്. അതുകൊണ്ടാണ് മാതാപിതാക്കളുമായി പരമാവധി ശാരീരിക സ്പർശനത്തിന് അവസരം കിട്ടുന്ന കുട്ടികൾ കൂടുതൽ വൈകാരിക സ്ഥിരതയുള്ള കുട്ടികളായിരിക്കും, കൂടുതൽ ഓർമ്മശക്തിയുള്ള കുട്ടികളായിരിക്കും, വൈകാരികമായും പഠന സംബന്ധമായും ഭാവിയിൽ കൂടുതൽ മെച്ചപ്പെട്ട നിലവാരം പുലർത്താൻ സാധ്യതയുള്ള കുട്ടികളായിരിക്കും. അപ്പോൾ പലപ്പോഴും മാതാപിതാക്കൾ അവരുടെ ജീവിത സാഹചര്യങ്ങൾ മൂലം കുട്ടി ജനിച്ച് വീണ് കഴിഞ്ഞ് കുട്ടിക്ക് വേണ്ടി ഭാവിയിൽ സമ്പാദിക്കുക എന്നുള്ളൊരു തിരക്കിൽ ഓടി നടന്ന് കുട്ടിക്ക് കെയർ കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് പോകാറുണ്ട്. പലപ്പോഴും മുത്തച്ഛനും മുത്തശ്ശിയും ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ഒരാളായിരിക്കാം കുട്ടിയെ കെയർ ചെയ്യുന്നത്. ഈ ആദ്യത്തെ 1000 ദിവസമെങ്കിലും നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് കുട്ടിയെ പരമാവധി കുട്ടിയുമായിട്ടൊരു ബോഡി കോണ്ടാക്റ്റ്, പൊതുവെ പറയാറുണ്ടല്ലോ, ജനിച്ച് വീണ് അരമണിക്കൂറിനുള്ളിൽ തന്നെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കണം എന്ന് പറയാറുണ്ട്. സിസേറിയൻ ഓപ്പറേഷൻ വഴിയാണ് കുട്ടി ജനിച്ചതെങ്കിലും 4 മണിക്കൂറിനകത്ത് മുലപ്പാൽ കൊടുക്കണമെന്ന് പറയും. അത് ആ പാലിലൂടെ കുട്ടിക്ക് കിട്ടുന്ന കാര്യങ്ങളോടൊപ്പം തന്നെ അമ്മയുടെ ശാരീരിക സ്പർശനം കുട്ടിക്ക് പകർന്നു കൊടുക്കുന്ന ഒരു വൈകാരികമായിട്ടുള്ളൊരു വളർച്ചയ്ക്കുള്ള ഒരു അടിത്തറ കൂടെയുണ്ട്. ഇമോഷണൽ ബോണ്ടിങ് തീർച്ചയായിട്ടും ഉണ്ട്. അത് നമ്മൾ ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞൊരു സംഗതിയെക്കുറിച്ചൊക്കെ വലിയ ചർച്ചകളുണ്ടല്ലോ. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ എന്ന് പറയുന്നത് കെയറിങ് എന്ന് പറയുന്ന ഒരു സംഗതിയുടെ അടിത്തറയാണ്. അമ്മമാർക്കൊക്കെ ഓക്സിറ്റോസിൻ ഉണ്ട്. അമ്മ കുട്ടിയെ കെയർ ചെയ്യുന്ന സമയത്ത് ഓക്സിറ്റോസിൻ്റെ സംഗതി. അപ്പോൾ ഈ ഓക്സിറ്റോസിൻ അമ്മമാർക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാകാം. അത് നമ്മൾ മറ്റൊരാളെ കെയർ ചെയ്യുമ്പോൾ ഈ ഓക്സിറ്റോസിൻ്റെ പ്രവർത്തനങ്ങൾ ആണ് അതിൻ്റെ ഏറ്റവും അടിത്തറയായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ശരിക്കും പറയാറുണ്ടല്ലോ, മനുഷ്യനെ നമ്മൾ വളർത്തുമ്പോൾ സ്നേഹം സ്വീകരിക്കുകയും സ്നേഹം നൽകുകയും ചെയ്യുന്ന ഒരു കല, അത് വികസിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യത്വത്തിൻ്റെ അടിസ്ഥാനം. ദ ആർട്ട് ഓഫ് റിസീവിങ് ആൻഡ് എക്സ്പ്രസിങ് അഫെക്ഷൻ, മ്യൂച്വൽ ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നത്. തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടി എത്തണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ആദ്യത്തെ 1000 ദിവസത്തെ മാതാപിതാക്കളുമായിട്ടുള്ളൊരു ശാരീരിക സ്പർശനവും മറ്റു രീതികളിലുള്ള ഇടപെടലും, കൂടുതൽ സമയം ആ കുട്ടിയോടൊപ്പം മാതാപിതാക്കൾക്ക് ചെലവഴിക്കാൻ കഴിയണം. അവിടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ പോലെ, മൊബൈൽ ഫോൺ പോലെയുള്ള സംഗതികൾ കഴിയുന്നത്ര ഇല്ലാതെ ഹ്യൂമൻ കോണ്ടാക്റ്റിലൂടെ തന്നെ കുട്ടികൾ ആ ഘട്ടത്തിൽ വളർന്നു വരണം എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് ചോദിക്കാനായിട്ടുള്ളൊരു ചോദ്യം സാർ, ഇപ്പോൾ ഒരു കുട്ടീനെ ഈ ആദ്യത്തെ 3 വർഷങ്ങൾ വളരെ പ്രാധാന്യമുള്ളതാണ്. അച്ഛൻ്റെ അമ്മയുടെയും സാമീപ്യം, സ്പർശനം, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് ഒരു കുട്ടിക്ക് ഇത് ലഭ്യമാകാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ്, ഒരു 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 ലോങ് ടേം ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ അങ്ങനെ ആ ആദ്യത്തെ 3 വർഷങ്ങളിൽ ചെറിയ രീതിയിലുള്ള ഇന്നഡോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബോധപൂർവമല്ലാത്തൊരു നെഗ്ലക്ഷൻ എവിടെയെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കുട്ടിയുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും ബാധിക്കുക? അതിനൊരു തിരിച്ചു പറയാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ടോ? വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആദ്യത്തെ 3 വർഷം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടുള്ളൊരു വിഷ്വൽ മെമ്മറി ഇല്ലാത്ത ഒരു കാലമാണ് എന്ന് പറഞ്ഞു. പക്ഷേ ടച്ചിലൂടെയാണ് ആ ഒരു ഓർമ്മയും വൈകാരിക വികസനവും പ്രധാനമായിട്ട് നടക്കുന്നത്. പക്ഷേ ആ ഒരു ഘട്ടത്തിൽ പോലും ചുറ്റുമുള്ള വ്യക്തികളുമായിട്ടുള്ള ആശയവിനിമയം, ചുറ്റുമുള്ള വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന വൈകാരികമായിട്ടുള്ള ഇടപെടൽ, അതിൻ്റെ ഒരു ഊഷ്മളത, അത് കുട്ടിയുടെ വൈകാരിക വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടൊരു സംഗതിയാവും. മുത്തച്ഛനും മുത്തശ്ശിക്കും ഈ അച്ഛനെയും അമ്മയുടെയും അസാന്നിധ്യം കോമ്പൻസേറ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു പരിധി വരെ സാധിച്ചേക്കും. പൂർണ്ണമായിട്ട് പറ്റിയെന്ന് വരില്ല, ഒരു പരിധി വരെ. ഒരു തരത്തിലുള്ളൊരു ഹ്യൂമൻ കോണ്ടാക്റ്റും ഇല്ലാത്തതിലും നല്ലതാണ് മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒരു കോണ്ടാക്റ്റ്. പക്ഷേ അവിടെ ഒരു ചെറിയ പ്രശ്നമുള്ളത്, ഈ മുത്തച്ഛൻ്റെയും മുത്തശ്ശിയുടെയും ഒരു പ്രശ്നം, അവർ ഒരുപക്ഷെ അവരുടെ മക്കളെ വളർത്തിയ സമയത്ത് ഇത്തിരി സ്ട്രിക്റ്റായി വളർത്തിയിട്ടുണ്ടാവും. കാരണം അന്നത്തെ രീതി അങ്ങനെയാണ്. അന്ന് അവർക്ക് ജീവിത സാഹചര്യങ്ങളില്ലായിരുന്നു. അതുകൊണ്ട് പണം ഉണ്ടാക്കണം, ജോലി ചെയ്യണം, അതിൻ്റെ ഓട്ടത്തിനിടയിൽ പല രീതിയിലും കുട്ടിയെ അങ്ങോട്ട് സ്നേഹിക്കാൻ പറ്റിയില്ല എന്നൊരു കുറ്റബോധം കാണും. ഇന്നിപ്പോൾ വിരമിച്ച് ഇരിക്കുകയാണ്, അതുകൊണ്ട് പോക്കറ്റ് നിറയെ പണവും ഹൃദയം നിറയെ സ്നേഹവും ഉണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു അമിതമായിട്ടുള്ളൊരു ലാളനയിലേക്ക് പോയേക്കാം.
ഇപ്പോൾ കുട്ടികളെ നമ്മൾ വളർത്തുമ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അച്ചടക്കമാണ്, 2 സ്നേഹമാണ്. രണ്ടും ബാലൻസ്ഡായിട്ട് കൊണ്ടുപോകണം. അനിയന്ത്രിതമായിട്ടുള്ള ഒരു സ്നേഹം, അതായത് നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം നടക്കും, ഞാൻ ഇത്തിരി വാശി പിടിച്ച് കരഞ്ഞാൽ മതി, എന്ത് കാര്യവും നടക്കും. അപ്പോൾ പലപ്പോഴും ഈ മുത്തച്ഛനും മുത്തശ്ശിയും കുട്ടികളെ വളർത്തുമ്പോൾ ഈ രീതിയിലൊക്കെ പോകും. കുട്ടി ഒന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അയ്യോ പാവം എന്ന് വിചാരിച്ച് മുമ്പ് കൊടുക്കാൻ പറ്റാത്തത് ധാരാളം കൊടുക്കും. ധാരാളമായിട്ടാണ് കൊടുക്കും. അപ്പോൾ ഈ കുട്ടിയുടെ മനസ്സിലൊരു ധാരണ ഉണ്ടാകാൻ പോകുന്നത്, ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള കാര്യം കിട്ടിയില്ലേ, കുറച്ച് കരയുകയും ബഹളം വയ്ക്കുകയും ഇത്തിരി ടാൻഡ്രംസ് ഒക്കെ കാണിച്ചു കഴിഞ്ഞാൽ അതങ്ങ് നടക്കും എന്നൊരു ധാരണയെ കുട്ടിയുടെ മനസ്സിൽ വരികയാണ്. അത് കുട്ടി വളർന്നു വരുന്ന മുറയ്ക്ക് പല സ്ഥലത്തും അത് പ്രകടമാവും. ഇപ്പോൾ സ്കൂളിൽ പോയി കൂട്ടുകാർ അവൻ പറയുന്നത് കേട്ടില്ലെങ്കിൽ അവിടെ കിടന്ന് ബഹളം വെക്കും. ടീച്ചർ എന്തെങ്കിലും ഒന്ന് വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒച്ച വയ്ക്കും. അത് മുതിർന്നു കഴിയുമ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു കൗമാരത്തിലേക്ക് എത്തുന്നു. സ്വാഭാവികമായിട്ടും പ്രണയം പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട്. അപ്പോൾ വ്യക്തിയോട് പ്രണയം തോന്നി അത് പ്രകടിപ്പിച്ചു, ആ വ്യക്തി താല്പര്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവിടെയും ബഹളം, ദേഷ്യം, ആസിഡ് ഒഴിക്കാൻ നടക്കുക, ഇത്തരം രീതികളിലേക്ക് ഞാൻ ഈ പറഞ്ഞ ആ കുട്ടിക്കാലത്തുണ്ടാകുന്ന ഒരു പ്രത്യേക തരത്തിലുള്ളൊരു വളർത്തൽ രീതി എങ്ങനെയാണ് കൗമാരത്തിലും യൗവനത്തിലും പോലും നമ്മളെ സ്വാധീനിക്കാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ ചില പ്രശ്നങ്ങൾ അവിടെ വരാം. അപ്പോൾ ഒരു പരിധി കഴിയുമ്പോഴേക്കുമുള്ള കുഴപ്പമെന്ന് പറയുന്നത് കുട്ടിയുടേതായ രീതിയിൽ അവൻ്റെ ജീവിതം, അവൻ്റെ വൈകാരിക അവസ്ഥകളൊക്കെ മാറിയിട്ടുണ്ടാവും. പിന്നീട് ചിലപ്പം തിരിച്ച് ഒന്ന് മാറ്റം വരുത്തണമെങ്കിൽ ഒരു പ്രൊഫഷണൽ ഇൻ്റർവെൻഷൻ, ഒരു മാനസികാരോഗ്യ വിദഗ്ധൻ്റെ ഇടപെടൽ തന്നെ വേണ്ടി വരുന്നൊരു അവസ്ഥയിലേക്ക് പോകാം. പക്ഷേ അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഓർക്കേണ്ടത് പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമം എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും കഴിയുന്നത്ര സമയം മാതാപിതാക്കൾ ചെലവിടുക. ഇനി മാതാപിതാക്കൾക്ക് ചെലവിടാൻ പറ്റിയില്ലെങ്കിൽ മുത്തച്ഛനും മുത്തശ്ശിയാണ് വളർത്തുന്നതെങ്കിലും ശാസ്ത്രീയമായ ഒരു പാരൻറ്റിങ് രീതി അനുസരിച്ച്, അതായത് അച്ചടക്കവും വേണം, സ്നേഹവും വേണം, അത് ബാലൻസ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു രീതി പരമാവധി ഉണ്ടെങ്കിൽ അത് കുട്ടികളുടെ വളർച്ചയ്ക്ക് വളരെ സഹായകമാകും. ഈ ചോദ്യത്തിൽ തന്നെ നേരത്തെ ചോദിച്ചൊരു ചോദ്യം ഒരിക്കൽ കൂടെ ഞാൻ എടുത്തുനിന്ന് ചോദിക്കുകയാണ്. ഈ ആദ്യത്തെ 3 വർഷത്തിൽ ചെറിയ രീതിയിലുള്ള നെഗ്ലക്ഷൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പാരൻസ് കുറച്ചും കൂടെ കൂടുതൽ ശ്രദ്ധ ഈ കുട്ടിയുടെ കാര്യത്തിൽ കൊടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് സാർ ഒന്ന് ഊന്നി പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും പ്രത്യേകിച്ച് 3 വയസ്സിന് ശേഷമാണ് കൂടുതൽ സമയം ചെലവിടാൻ പറ്റുന്നതെങ്കിൽ കുട്ടിയോടൊപ്പം കളിക്കാനുള്ള കാര്യങ്ങൾ വരെ. കളിയെന്ന് പറയുന്നതൊരു പ്രധാനപ്പെട്ട ഒരു മാനസിക വികസന മാർഗമാണ്. മാതാപിതാക്കൾ കുട്ടികളോടൊപ്പം ഇരുന്ന് കളിക്കുക, സമപ്രായക്കാരായ മറ്റു കുട്ടികളോടൊപ്പം കളിക്കാൻ അവസരം കൊടുക്കുക, കുട്ടികളുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് എല്ലാ ദിവസവും കുട്ടിയോട് സംസാരിച്ച് അവൻ പറയുന്നത് കേട്ട് മനസ്സിലാക്കി ഒരു പരിധി വരെയൊക്കെ ഈ ആദ്യത്തെ 3 വയസ്സിൽ ഒരു നെഗ്ലക്റ്റ് ഉണ്ടായാൽ പോലും ഒരു പരിധി വരെ അതിനെ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് പിന്നീട് പറ്റും. അതുപോലെ മറ്റൊരു പ്രധാന സംശയമാണ് ഈ ആദ്യത്തെ ഒരു 5 വർഷങ്ങളിൽ നമ്മളിപ്പോഴും പറയും ഹോൾഡിങ്, ഫീഡിങ്, റെസ്പോണ്ടിങ് എന്നൊക്കെ പറയും. അപ്പോൾ ഈ മാതാപിതാക്കൾക്കുള്ളൊരു വലിയൊരു ആശങ്കയാണ്, കൊച്ചു കരഞ്ഞാൽ ഞാൻ ഉടനെ പോയി എടുക്കണോ, ഈ കരഞ്ഞ് വല്ല അസുഖം വരുത്തുമോ, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കുന്ന സമയത്ത് കുഞ്ഞ് ഭക്ഷണം കഴിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ നിർബന്ധമായിട്ടും ഇത് കുത്തിക്കയറ്റി കൊടുക്കേണ്ട ആവശ്യമുണ്ടോ, ഞാൻ അങ്ങനെ ഒരു വാക്ക് യൂസ് ചെയ്ത് പല പേരൻസും പറയുന്ന അതേ വാക്ക് ഞാനിവിടെ ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇവിടെയൊക്കെ ഒരുപാട് ആശങ്കകളുണ്ട്. കാരണം എല്ലാ മാതാപിതാക്കൾക്കും അവരുടെ മക്കൾ ഹെൽത്തി ആയിരിക്കണം, ഹാപ്പി ആയിരിക്കണം, ഇങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. പക്ഷേ ഇതിൽ ഏതാണ് ശരി, ഏതാണ് തെറ്റ്? ചിലർ പറയും വാശി പിടിക്കുന്ന കുഞ്ഞ് വാശി പിടിച്ചോട്ടെ കുഴപ്പമില്ല എന്ന് പറയും. ചിലർ പറയും അല്ല, കുഞ്ഞ് കരഞ്ഞാൽ കുഞ്ഞിന് ബുദ്ധിമുട്ടാണ്. പല സ്ഥലത്തുനിന്ന് ഉപദേശവും ഒരു ഉപദേശം പോലും സയൻറ്റിഫിക്കലി കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനും ആകുമ്പോൾ രക്ഷിതാക്കൾക്ക് ചെറിയൊരു ആശങ്കയും ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ട് അവർക്ക്. അപ്പോൾ ഈ ആദ്യത്തെ 5 വർഷങ്ങളിൽ കുട്ടിയുടെ ഒരു വാശി, അവരുടെ ഒരു ടാൻട്രംസിനെ, അതുപോലെ അവരുടെ ഒരു ഫീഡിങ്, ആ ഹാബിറ്റുകളിനൊക്കെ എങ്ങനെയാണെന്ന് പാരൻസ് മനസ്സിലാക്കേണ്ടത്? ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും 2 വാക്കുകൾ നമ്മളൊന്ന് പരിചയപ്പെടണം പേരൻറ്റിങ്ങുമായി ബന്ധപ്പെട്ട്. ഒന്ന് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോത്സാഹനം, 2 പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ശിക്ഷ. കുട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നൊരു നല്ല പെരുമാറ്റം, അതിൻ്റെ തോത് വർദ്ധിപ്പിക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇടപെടലിനെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോത്സാഹനം എന്ന് പറയുന്നത്. കുട്ടിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ആശാസ്യമല്ലാത്ത, നല്ലതല്ലാത്ത, ആരോഗ്യകരമല്ലാത്തൊരു പെരുമാറ്റത്തിൻ്റെ തോത് കുറയ്ക്കാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ഇടപെടലിനെയാണ് പണിഷ്മെൻറ്റ് അല്ലെങ്കിൽ ശിക്ഷ എന്ന് പറയും. ഇത് എങ്ങനെയാണ് ശാസ്ത്രീയമായിട്ട് നടപ്പിലാക്കേണ്ടതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ഈ ചോദ്യത്തിൻ്റെ ഒരു ഉത്തരമാവും. ഇപ്പോൾ റീഇൻഫോഴ്സ്മെൻറ്റ് 2 രീതിയിലുണ്ട്. ഒന്ന് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അതായത് നല്ല സ്വഭാവങ്ങൾ ഒരു കുട്ടി കാണിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുക, അല്പം സ്നേഹം പ്രകടിപ്പിക്കുക, 2 നല്ല വാക്ക് പറയുക, ഒന്ന് അഭിനന്ദിക്കുക, ഇതൊക്കെ, അല്ലെങ്കിൽ ഒരു സമ്മാനം വാങ്ങിക്കൊടുക്കുക, ഇതൊക്കെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് 3 രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്ന്
മെറ്റീരിയൽ റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയും. അതായത് കുട്ടി ഒരു നല്ല പെരുമാറ്റം കാണിക്കുമ്പോൾ അവനൊരു സമ്മാനം നൽകുക. അപ്പോൾ 2 മണിക്കൂർ കുട്ടി ഇരുന്ന് കാര്യമായിട്ട് പഠിച്ചു, ഒരു ചോക്ലേറ്റ് കൊടുക്കുക, മെറ്റീരിയൽ റീഇൻഫോഴ്സ്മെൻറ്റ്. പക്ഷേ ഈ മെറ്റീരിയൽ റീഇൻഫോഴ്സ്മെൻറ്റിന് ഒരു ചെറിയ പ്രശ്നമുണ്ട്, അത് ഈ കൈക്കൂലി കൊടുക്കുന്ന പോലെ ആയിപ്പോവും. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു, അതൊരു ബ്രൈബിംഗ് മോഡലിലേക്ക് പോകുമോ എന്നുള്ളത്. അതാണൊരു പ്രശ്നം. അപ്പോൾ എല്ലാ ദിവസവും പഠിക്കുമ്പോൾ ചോക്ലേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് വരാൻ പോകുന്നൊരു ഐഡിയ, ഞാൻ പഠിക്കുന്നത് ചോക്ലേറ്റ് കിട്ടാനാണ്, ചോക്ലേറ്റ് ആവും ഫോക്കസ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ശരിയാകില്ല. കാരണം പിന്നീട് ഓരോ ഘട്ടം കഴിയുമ്പോഴും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യും. പിന്നീട് സാക്ഷാത്കരിക്കാൻ പറ്റാത്ത ഡിമാൻഡുകളിലേക്ക് പോകുമ്പോൾ അത് ചെയ്തു കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഭയങ്കര ക്രാഷ് ലാൻഡിങ് വരും. അപ്പോൾ ഇതിനേക്കാൾ നല്ലത് ഇപ്പോൾ ഈ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് നമുക്ക് നല്ലതായിട്ട് നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു രീതി പാരൻറ്റിങ്ങിൽ സ്റ്റാർ ചാർട്ടിങ് എന്ന് പറഞ്ഞിട്ടൊരു സംഗതിയുണ്ട്. സാധാരണ കുട്ടികളിൽ ഈ അമിത വികൃതിയൊക്കെയുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നൊരു സംഗതിയാണെങ്കിലും സാധാരണ കുട്ടികൾക്കും ഇത് നമുക്ക് കൊടുക്കാവുന്നൊരു കാര്യമാണ്. ഈ സ്റ്റാർ ചാർട്ടിങ്ങിൻ്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ജീവിതത്തിൽ നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആഗ്രഹിക്കുന്ന സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, പ്രത്യേക സ്ഥലത്ത് നമുക്ക് ജോലി വേണമെന്ന് ആഗ്രഹിച്ച് കാര്യമായിട്ട് ശ്രമിക്കുന്നു, അല്ലെങ്കിൽ ഒരു സർക്കാർ ജോലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് അതിനു വേണ്ടി ശ്രമിക്കുന്നു. ആഗ്രഹിക്കുന്ന നമുക്കത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സമയത്ത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. നമ്മളത് കഴിഞ്ഞ് വേറൊരു പണിക്ക് പോയി കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മൾ പണ്ട് എഴുതിയൊരു പരീക്ഷയായിരിക്കും അതിൻ്റെ അപ്പോയിൻമെൻറ്റ് ഓർഡർ ചിലപ്പോൾ കുറേ മാസങ്ങൾ കഴിഞ്ഞോ ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞോ വരും. ഇതാണ് ജീവിതത്തിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ തീവ്രമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ആ സമയത്ത് കിട്ടണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമ്മൾ ക്ഷമയോടെ കാത്തിരുന്നാൽ അത് നമുക്ക് ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നത് ഈ സ്റ്റാർ ചാർട്ടിങ്ങിലൂടെ. നമ്മളൊരു വലിയ ചാർട്ട് പേപ്പർ എടുത്തിട്ട് ഒരു ടൈം ടേബിൾ എഴുതുന്ന പോലെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ ഒരു കോളമൊക്കെ വരച്ചിട്ട് ആ ഇടത് ഭാഗത്ത് ഒരു ദിവസം നിർബന്ധമായും ചെയ്യേണ്ട ഒരു 5 കാര്യങ്ങൾ മാത്രം നമ്മൾ സബ്ജക്റ്റുകൾക്ക് പകരം എഴുതുകയാണ്. ഇപ്പോൾ 6 മണിക്ക് എഴുന്നേറ്റു, 6 മുതൽ 7 വരെ പഠിച്ചു, ബാക്കി വൈകുന്നേരം വന്നിട്ട് 2 മണിക്കൂർ കളിച്ചു, 1 മണിക്കൂർ മൊബൈൽ ഉപയോഗിച്ചു, പിന്നീട് വൈകിട്ട് 2 മണിക്കൂർ പഠിച്ചു. ഈ ഒരു 5 കാര്യങ്ങൾ എഴുതിയാൽ കുട്ടിയോട് നമ്മൾ പറയുന്നത് ഇത് ഓരോന്നും ഞങ്ങൾ പറയാതെ തന്നെ നീ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ നിർബന്ധിക്കാതെ തന്നെ നീ ഇത് ചെയ്താൽ ഇത് ഓരോന്നിനും നമ്മളൊരു ടിക്കിടും. ഒരു ദിവസം ഈ 5 ടിക്കും കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഈ 5 കാര്യങ്ങളും പരപ്രേരണയില്ലാതെ ചെയ്താൽ ഒരു സ്റ്റാർ വരച്ചു കൊടുക്കുക, അല്ലെങ്കിൽ സ്റ്റാർ ഒട്ടിച്ചു കൊടുക്കുക, ഒരു റെക്കഗ്നിഷൻ പോലെ. 5 ദിവസം അടുപ്പിച്ച് ഇതുപോലെ സ്റ്റാർ കിട്ടിയാൽ 6-ാം ദിവസം ഈ 5 സ്റ്റാറുകളെ കുട്ടിക്ക് മറ്റെന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുക. അതായത് ഒരു 2 മണിക്കൂർ കൂടുതൽ കളിക്കാൻ അനുവദിക്കുക, ബാർട്ടർ സിസ്റ്റം പോലെ. അല്ലെങ്കിൽ 1 മണിക്കൂർ കൂടുതൽ മൊബൈൽ കൊടുക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ ഒന്ന് പോവുക, ഒരു സിനിമ കാണാൻ അവസരം കൊടുക്കുക, whatever it is. അപ്പോൾ ഈ 5 ദിവസം കൃത്യമായി കാര്യങ്ങൾ ചെയ്താൽ 6-ാം ദിവസം നമ്മൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ഒരു കാര്യം, അപ്പോൾ ഈ കുട്ടി വെയിറ്റ് ചെയ്യാൻ പഠിക്കുകയാണ്. അവിടെ കുട്ടിക്ക് ഒരു ചോയ്സ് ഉണ്ട്. കുട്ടിക്ക് എന്താണ് വേണ്ടതെന്നുള്ളത് കുട്ടിയുടെ ആഗ്രഹം നടക്കും. പക്ഷേ 5 ദിവസം മര്യാദയ്ക്ക് ഇരുന്നാലേ നടക്കും, വെയിറ്റ് ചെയ്യണം എന്നുള്ളൊരു മെസ്സേജ് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഈ 5 ദിവസം എന്നുള്ള 6 ദിവസമാക്കിയിട്ട് 7-ാം ദിവസം ഇങ്ങനെ കിട്ടുന്നു എന്നാക്കാം. അങ്ങനെ പതിയെ കൂട്ടി കൊണ്ടുവന്ന് ഒരു മാസം വരെയൊക്കെ ഇത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് സ്വഭാവത്തിൽ അങ്ങ് അന്തർലീനമാവും. ഈ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾ ഒരു ഡിസിപ്ലിൻ പോലെ അങ്ങ് വരും. അപ്പോൾ പിന്നെ പതിയെ നമുക്ക് ഈ റിവാർഡ് അങ്ങ് പിൻവലിക്കാം. റിവാർഡ് പിൻവലിച്ച് കഴിഞ്ഞാലും ഇത് സ്വഭാവത്തിൻ്റെ ഭാഗമായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇതാണ് നമ്മൾ മെറ്റീരിയൽ റിവാർഡ് എന്ന് പറയുന്നത്, ചെയ്യേണ്ട ഒരു രീതി. ഇനി രണ്ടാമതൊരു റിവാർഡുണ്ട്, ഇമോഷണൽ റിവാർഡ്. കുട്ടി ഒരു നല്ല പെരുമാറ്റം കാണിച്ചു, പറയുന്ന കാര്യം അനുസരിച്ചു, ഉത്തരവാദിത്തമായിട്ട് എന്തോ ഒന്ന് ചെയ്തു, അല്പം സ്നേഹം കാര്യമായിട്ട് പ്രകടിപ്പിക്കാം. അവിടെയും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, നീ ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടിയാണെന്നൊന്നും പറഞ്ഞു കളയരുത്. നീ ഈ കാര്യം നന്നായിട്ട് ചെയ്തു, ഐ ആം ഹാപ്പി അബൌട്ട് ഇറ്റ്. അതാണ് സ്പെസിഫിക് ആയിട്ട് പറയണം. നീ ലോകത്തിലെ ഏറ്റവും നല്ല കുട്ടിയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയുടെ മനസ്സിലൊരു ആത്മാനുരാഗം വരും. ഞാനെന്തോ വലിയ സംഭവമാണ്, ഞാൻ ബാക്കിയുള്ളവരെക്കാൾ വലിയ ഒരാളാണെന്നൊരു തോന്നൽ വരും. അതത്ര നല്ലതല്ല. മറ്റുള്ളവരോട് ഇടപെടുമ്പോൾ ഒരു പുച്ഛവും പരിഹാസവും ഒക്കെ വരുന്നൊരവസ്ഥയിലേക്ക് അത് വരും. ഒരു നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ആയിട്ട് മാറാനത് കാരണമാവും. അതുകൊണ്ട് കാര്യം പറഞ്ഞ് നമുക്ക് അല്പം കൂടുതൽ സ്നേഹം എക്സ്പ്രസ് ചെയ്യാം. സോഷ്യൽ റിവാർഡാണ് മൂന്നാമത്തെ രീതി. സോഷ്യൽ റിവാർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ഇതുപോലെ നല്ല എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അതിഥികൾ, അയൽവാസികൾ, ബന്ധുക്കൾ ആരെങ്കിലും വരുമ്പോൾ ആ കാര്യം പറഞ്ഞ് അവരുടെ മുമ്പിൽ വെച്ച് അവനെ ഒന്ന് പുകഴ്ത്താം. എഗെയിൻ എന്തിനാണ് പുകഴ്ത്തുന്നത് സ്പെസിഫൈ ചെയ്യണം. ഒരിക്കലും ലോകത്തിലെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള കുട്ടിയാണ് ഇവനെന്നൊന്നും പറയരുത്. അവൻ ഈ പറഞ്ഞ കാര്യം അവനെ ഏൽപ്പിച്ച് അവന് നന്നായിട്ട് ചെയ്തു, ആൾ
മിടുക്കനാണോ, ദാറ്റ്സ് ഇനഫ് റീസൺ പറഞ്ഞ് ചെയ്യും. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളതിനെ റീഇൻഫോഴ്സ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ ഇതിൽ ഇനി രണ്ടാമതൊരു തരം റീഇൻഫോഴ്സ്മെൻ്റ് ഉണ്ട്, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പം എല്ലാ ദിവസവും കുട്ടിക്ക് ഇഷ്ടമില്ലാത്ത എന്തോ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ. ഉദാഹരണത്തിന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി, അച്ഛൻ വന്നിട്ട് എന്നും വൈകിട്ട് അവനെ ഇരുത്തി ഒന്ന് ഉപദേശിക്കും, മോട്ടിവേഷണൽ സ്പീച്ച് കൊടുക്കും. അത് ഭയങ്കര ഉത്തേജനമാണ് കുട്ടിക്ക് പകരുന്നതെന്നാണ് അച്ഛൻ വിചാരിക്കുന്നത്. പക്ഷേ കുട്ടി അച്ഛനെ കാണുമ്പോൾ എന്താ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കാരണം അച്ഛൻ എന്നും പറയുന്ന ഒരേ കാര്യമാണ്, അച്ഛൻ പണ്ട് നദി നീന്തി കടന്ന് SSLC പരീക്ഷ എഴുതാൻ പോയതും മണ്ണെണ്ണ വിളക്കിൻ്റെ താഴെ ഇരുന്ന് അച്ഛൻ പഠിച്ച് ജീവിതത്തിൽ ഈ ഉന്നത നിലയിലേക്ക് എത്തിയതും ഇതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് അച്ഛൻ പറയുന്നു, വലിയ കാര്യങ്ങളാണ്. പറ്റുന്നുണ്ടാവില്ല. പക്ഷേ കുട്ടി ഇത് എല്ലാ ദിവസവും ഇത് തന്നെ കേട്ടുകൊണ്ടിരുന്ന കുട്ടിക്ക് കുറച്ച് കഴിയുമ്പോൾ ഒരുമാതിരി വല്ലാതെ തോന്നുമല്ലോ, നെഗറ്റീവ് ഇതായിരിക്കും. അപ്പോൾ ഒരു ദിവസം അച്ഛൻ വീട്ടിൽ വരുമ്പോൾ അമ്മ പറയുകയാണ്, ഇന്ന് ഞാൻ പറയാതെ തന്നെ അവൻ 2 മണിക്കൂർ ഇരുന്ന് പഠിച്ചു. അച്ഛന് സന്തോഷമായി. അച്ഛൻ വന്ന് മോൻ്റെ അടുത്ത് പറയണ, നീ ഇന്ന് അമ്മ പറയാതിരുന്ന് പഠിച്ചുകൊണ്ട് ഞാനിന്ന് നിന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നീ റെസ്റ്റ് എടുത്തു. അപ്പോൾ കുട്ടിക്കൊരു വലിയ മെസ്സേജ് കിട്ടുകയാണ്, ഈ അച്ഛൻ്റെ വധം കേൾക്കാതെ രക്ഷപ്പെടണമെങ്കിൽ അമ്മ പറയുന്നതിന് മുമ്പേ പുസ്തകം എടുത്ത് പഠിച്ചു തുടങ്ങും. സോ ഇറ്റ് ട്രാൻസ്ലേറ്റ്സ് ഇൻ ടു എ പോസിറ്റീവ് ബിഹേവിയർ. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്ക് അച്ഛൻ്റെ ഈ വധം കേൾക്കാതിരിക്കാൻ നേരത്തെ പുസ്തകം എടുത്ത് പഠിച്ചു തുടങ്ങും. അതൊരു നല്ല സംഗതിയായിട്ട് മാറും. ഇനി പണിഷ്മെൻ്റ് അടുത്തൊരു സംഭവം. സാർ, അപ്പോൾ ഈ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് കാര്യം സംഭവിക്കാതിരിക്കാനായിട്ട് കുട്ടി ഒരു പോസിറ്റീവ് ചെയ്താൽ മതി എന്നുള്ള അർത്ഥത്തിലാണോ? അതെ, അതായത് എല്ലാ ദിവസവും കുട്ടിയുടെ ജീവിതത്തിൽ ഒരു നെഗറ്റീവ് സംഗതി സംഭവിക്കുന്നു. അത് നെഗറ്റീവ് ആണെന്ന് രക്ഷിതാവിന് അറിഞ്ഞുകൂടാ, കുട്ടിക്കറിയാം. ഓക്കെ. ഉദാഹരണത്തിന് ഇപ്പം ഡിന്നർ കഴിഞ്ഞ് പാത്രം കഴുകി വെക്കുക കുട്ടിക്ക് കൊടുത്തിരിക്കുന്ന ജോലിയാണ്. +2 പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊടുത്തിരിക്കും. ഒരു ദിവസം കുട്ടി കാര്യമായിട്ടിരുന്ന് അങ്ങ് പഠിക്കുന്ന അമ്മയ്ക്ക് വിഷമം തോന്നി, നീ ഇന്ന് ഒരുപാട് പഠിച്ച് ക്ഷീണിച്ചിരിക്കുകയല്ലേ, ഞാൻ പാത്രം കഴുകിക്കോളാം. ഇതാണ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അപ്പം നെക്സ്റ്റ് ഡേ ഈ പാത്രം കഴുകലിൽ നിന്ന് രക്ഷപ്പെടണമെന്നെങ്കിൽ കുട്ടി കാര്യമായിട്ടിരുന്ന് പഠിക്കാൻ തുടങ്ങും. അപ്പം അങ്ങനെയാണ്, അത് ബോധപൂർവം സംഭവിക്കുന്നൊരു കാര്യമല്ല, പക്ഷേ അൺനോയിങ്ലി സംഭവിക്കുന്നൊരു സംഭവമായിട്ട്. ഒരു സംശയം കൂടി ഉള്ളത് സാർ, ഇപ്പോൾ കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനത്തിനെ നമ്മൾ ഡിനൈ ചെയ്യുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പണിഷ്മെൻ്റ്. അത് പണിഷ്മെന്റ്. ഓക്കെ. കുട്ടിക്ക് ഇഷ്ടമുള്ള സാധനം നിഷേധിക്കുന്നത് പണിഷ്മെൻ്റ്. കാരണം പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് കുട്ടിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു മോശമായ പെരുമാറ്റം, നല്ലതല്ലാത്ത ഒരു പെരുമാറ്റം, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലാണ്. പണിഷ്മെൻറ്റ് 3 തരത്തിലുണ്ട്. ഒന്ന് എക്സ്റ്റിങ്ഷൻ എന്ന് പറയും. എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട പെരുമാറ്റം കുട്ടി കാണിക്കുമ്പോൾ അതിനെ പരിപൂർണമായിട്ട് അവഗണിക്കുക. അവിടെയാണ് ഈ ചോദ്യം വന്ന്, കുട്ടി കരയുന്നത് കണ്ടാൽ ഉടനെ പോയി എടുക്കണോ, ഒരു വേദനയെടുത്തുള്ള കരച്ചിൽ, വിശന്നുള്ള കരച്ചിൽ, ഉറുമ്പ് കടിക്കുമ്പോഴുണ്ടാകുന്ന കരച്ചിൽ, ഇത്തരത്തിലുള്ള കരച്ചിലുകളാണ് തീർച്ചയായിട്ടും പോയി എടുക്കണം, വേണ്ടത് ചെയ്യണം. പക്ഷേ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറ്റില്ല എന്ന് പറയുമ്പോൾ വാശി പിടിച്ചുള്ള കരച്ചിലാണെങ്കിൽ ആ ഭാഗത്തെ പോകാതിരിക്കുക എന്നുള്ളതാണ് എക്സ്റ്റിങ്ഷൻ. കാരണം നമ്മുടെ ഭാഗത്തുനിന്നൊരു പെരുമാറ്റം വരുമ്പോൾ അതിന് എങ്ങനെയാണൊരു പ്രതികരണം വരുന്നതെന്നുള്ളതനുസരിച്ചിട്ടായിരിക്കും ഈ പെരുമാറ്റം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത്. ഇപ്പോൾ പണ്ട് തലമുറയിലുള്ള ആളുകളൊക്കെ ഇപ്പം വനിതാ കോളേജിൻ്റെ മുമ്പിലൊക്കെ കമൻ്റ് അടിക്കുന്ന രീതികളൊക്കെ ഉണ്ട്. ആൺകുട്ടികൾ ഇങ്ങനെ ഇരിക്കും, കമൻറ്റുകൾ പറയും. ചില പെൺകുട്ടികൾ ചിരിക്കും, ചിലർ ചീത്ത വിളിക്കും, ചിലർ കരയും. ഇതെല്ലാം ഈ കമൻ്റ് അടിക്കുന്നവർക്ക് പ്രോത്സാഹനമാണ്, കമൻറ്റുകൾ കൂടിക്കൊണ്ടിരിക്കും. അപൂർവം ചില പെൺകുട്ടികൾ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ അങ്ങ് നടന്നു പോകും. 2 ദിവസം കഴിയുമ്പോൾ പറയടെ അവൾ പൊട്ടിയാണ്, ചെവി കേട്ടൂടാ, പിന്നെ ആ കുട്ടിയെ ബോധർ ചെയ്യത്തില്ല. ഇതാണ് നമ്മുടെ നിത്യജീവിതത്തിലുള്ള എക്സ്റ്റിങ്ഷൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് വീട്ടിലും ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വാശി പിടിച്ച് നിർബന്ധ ബുദ്ധി കാണിച്ചുള്ള കരച്ചിലാണെങ്കിൽ ഇഗ്നോർ. അത് വീട്ടിലെല്ലാവരും ഒരുപോലെ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ് പ്രധാനം. അച്ഛൻ ഇഗ്നോർ ചെയ്തിട്ട് അമ്മ പോയി എടുത്താൽ ശരിയാകില്ല. അച്ഛനും അമ്മയും ഇഗ്നോർ ചെയ്തിട്ട് മുത്തച്ഛൻ പോയി സ്നേഹിച്ചാൽ ശരിയാകില്ല. ഒരു കോൺട്രഡിക്റ്റിംഗ് സിഗ്നൽ പാടില്ല. എല്ലാവരും ഒരുപോലെ നിൽക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആണ് എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്.